ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിന്റെ 21-ാം ദിനമായ ഇന്ന് ദൈവവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ മർക്കോസ് 8-ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. കുറി വാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 2-ാം വാക്യം, അവസാന ഭാഗം. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായ്ക കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. വിശപ്പിനേക്കാൾ വലുതെന്തുണ്ട് ഈ ലോകത്തിൽ? മനുഷ്യന് ജീവിക്കാൻ അത്യാവശ്യമായ ഒന്നാണ് ഭക്ഷണം. വിശന്നിരിക്കുന്നവന് അന്നം നൽകുന്നതിനോളം പുണ്യമായി മറ്റൊന്നും ഈ ലോകത്തിൽ ഇല്ല. ഒരു ഭാഗത്ത് സമൃദ്ധിയുടെ ശേഷിപ്പുകളായി ഭക്ഷണം പാഴാക്കുമ്പോൾ മറുവശത്ത് ആഹാരത്തിനായി അലയുന്നവരുടെ ചിത്രം ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യത്തെ തുറന്നു കാട്ടുന്നു. ഇവയുടെ മധ്യത്തിൽ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു എന്ന ദൈവവചനം വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടിയിരിക്കുന്നു. അനുകമ്പയും ആത്മീയതയും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് പഠിപ്പിച്ച യേശു കർത്താവിന്റെ അനുകമ്പയോടുള്ള ഇടപെടലാണ് നാം വേദഭാഗത്ത് വായിക്കുന്നത്. 5000 പേരെ 5 അപ്പം കൊണ്ട് പോഷിപ്പിച്ചവൻ വീണ്ടും 4000 പേർക്ക് 7 അപ്പം പകുത്തു നൽകുന്നതാണ് വേദഭാഗം. 5 അപ്പം നൽകിയത് ഒരു ചെറിയ ബാലനാണെങ്കിൽ ഇവിടെ അവൻ ശിഷ്യരോട് തന്നെയാണ് നിങ്ങളുടെ പക്കൽ എന്തുണ്ടെന്ന് ചോദിക്കുന്നത്. അവരിൽ നിന്നും കണ്ടെത്തിയവ അവരുടെ കരങ്ങളിലൂടെ തന്നെ ആയിരങ്ങളിലേക്ക് എത്തുന്ന അനുകമ്പയുടെ ആത്മീയ പാഠങ്ങൾ അവൻ നമുക്ക് പകർന്നു നൽകുന്നു. നമ്മുടെ ആത്മീയതയുടെ പൂർണ്ണത നാം കണ്ടെത്തേണ്ടുന്നത് അനുകമ്പാപൂർണമായ സമീപനങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ഈ വേദഭാഗത്തെ കുറിച്ചുള്ള ചിന്തയ്ക്ക് അനുകമ്പ എന്ന ആത്മീയതയുടെ പൂർണ്ണത എന്ന തലക്കെട്ട് നൽകാൻ ആഗ്രഹിക്കുന്നു. അനുകമ്പ എന്ന ആത്മീയതയുടെ പൂർണ്ണത. ആത്മീയതയുടെ പൂർണ്ണത സാധ്യമാകുന്നത് മനുഷ്യന്റെയും നാം ഉൾപ്പെടുന്ന സമൂഹത്തിന്റെയും ആവശ്യങ്ങളോട് അർത്ഥവത്തായി ഇടപെടുമ്പോഴാണ്. ജീസസ് വാസ് intimately related to the struggles of real people. മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ട് മനസ്സലിവ് തോന്നിയാണ് കർത്താവ് ഇടപെട്ടിരുന്നത്. ജനത്തിന്റെ ജീവിതാനുഭവങ്ങളോട് അനുഭാവപൂർവ്വം ഇടപെടുകയും ചേർത്ത് നിർത്തുകയും ചെയ്യാൻ സാധിക്കുന്നിടത്താണ് ആത്മീയതയും അർത്ഥവത്താകുന്നത്. അതിന് സാധ്യമാകുന്നതിന് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, നുറുക്കപ്പെട്ട അപ്പങ്ങളാവുക. തന്നോടൊപ്പം 3 ദിവസം ആത്മീയ മന്ന ഭക്ഷിച്ചവരെ തിരിച്ചയക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവരുടെ വിശപ്പിനെ അവൻ അറിയുന്നത്. അപരന്റെ ആവശ്യങ്ങൾക്കായി നമ്മെ തന്നെ നുറുക്കുവാൻ നൽകപ്പെടുമ്പോഴാണ് ജീവന്റെ വക്താക്കളായി നാമും മാറുന്നത്. ഞാൻ ജീവന്റെ അപ്പമാണെന്ന് പഠിപ്പിച്ചവൻ തന്നെ നുറുക്കി നമുക്ക് നൽകിയിരിക്കുന്നു. നുറുക്കപ്പെടലിന്റെ അനുഭവത്തിനായി നമുക്കും സമർപ്പിക്കാം. 2, പങ്കിടലിന്റെ കരങ്ങളാവുക. ഭക്ഷണം നൽകുവാൻ പറഞ്ഞ കർത്താവ് നിങ്ങളുടെ പക്കൽ എന്തുണ്ടെന്ന് അന്വേഷിക്കുന്നുണ്ട്. ശിഷ്യന്മാർ തന്നെയാണ് തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന 7 അപ്പവും ചെറിയ മീനുകളും കർത്താവിന്റെ കയ്യിൽ നൽകുന്നത്. ജനത്തെ പന്തിയിലിരുത്തിയ ശിഷ്യരുടെ കരങ്ങളിലൂടെയാണ് അപ്പവും മീനും ജനങ്ങളിലേക്ക് എത്തുന്നത്. നമ്മിലെ സാധ്യതകൾ കണ്ടെത്തുക, അവ പങ്കുവെക്കുന്ന കരങ്ങളായി മാറുക, ഈ 2 കാര്യങ്ങൾ ആവശ്യമാണ്. ക്രിസ്തുവിന്റെ അനുകമ്പയുടെ കരങ്ങളായി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. വിശന്നപ്പോൾ അല്പം അരിയെടുത്തതിന്റെ പേരിൽ മർദ്ദനമേറ്റവൻ മരണപ്പെടുന്ന കാഴ്ചകൾ സാധാരണമാകുന്ന ഇന്നിന്റെ ലോകത്തിൽ ആശുപത്രി കിടക്കയിൽ കിടക്കുന്നവന് നൽകിയ പൊതിച്ചോറിൽ കരുതിവശ മുഷിഞ്ഞ നോട്ടും പ്രാർത്ഥനയുടെ കുറിപ്പും പങ്കുവച്ച സ്നേഹനിധിയായ മാതാവിന്റെ പ്രവൃത്തി അർത്ഥവത്തായ ആത്മീയതയുടെ അടയാളപ്പെടുത്തലാകുന്നു. നിങ്ങൾക്ക് 100 പേരെ പോഷിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരാൾക്ക് ഭക്ഷണം നൽകുക എന്ന മദർ തെരേസയുടെ വാക്കുപോലെ അനുകമ്പയിലൂടെ അർത്ഥവത്തായി ആത്മീയതയുടെ വക്താക്കളാകുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ലോകത്തോട് നിന്റെ പുത്രൻ കാട്ടിയ അനുകമ്പ പോലെ അനുകമ്പയുടെ കരങ്ങളായി മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി പ്രവർത്തിക്കാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ആമേൻ.